സത്യം പറയുന്ന മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന കാര്യത്തിൽ പിണറായി സർക്കാരും ഒട്ടും മോശമല്ല. നമ്മൾ ഈ പോക്സോ കേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സാധാരണ കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ എടുക്കുന്ന കേസാണ് പോക്സോ കേസ്. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു പറ്റം മാധ്യമപ്രവർത്തകർക്കെതിരെ വിചിത്രമായ വിധത്തിൽ പിണറായിയുടെ പോലീസ് ഒരു പോക്സോ കേസ് എടുത്തിരുന്നു. അപ്പോൾ ഹൈക്കോടതി അതെടുത്ത് തൂട്ടിക്കളഞ്ഞു. ഏഷ്യാനെറ്റിനെതിരെ പിണറായി പോലീസ് സമീപകാലത്ത് 2 കേസുകളാണ് എടുത്തതിൻ്റെ ഓർമ്മ. ഒന്ന്, ആർഷോ ഈ ഡിഗ്രി എഴുതാത്ത പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ മഹാരാജാസിലെ പ്രിൻസിപ്പളിൻ്റെ ഇൻ്റർവ്യൂവോ മറ്റോ എടുക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ അഖില നന്ദകുമാർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറിനെതിരെ ഒരു കേസെടുത്തു. അങ്ങനെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ അവർ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെ നിരന്തരം കേസുകളെടുത്ത ഒരു പ്രവണത സമീപകാലത്താണ് ഉണ്ടായത്. പിണറായിയുടെ പോലീസാണ് ചെയ്തത്. സത്യത്തിൽ പിണറായിക്ക് നല്ല തിരിച്ചടിയല്ലേ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത്? വലിയ തിരിച്ചടിയാണ്. സുനിൽ പറഞ്ഞപ്പോൾ വേറൊരു കേസും കൂടി ഉണ്ട്, ഇളമരം കരിയും മറ്റേ ബിനുവിനെതിരെ കൊടുത്തൊരു കേസും കൂടി ഉണ്ട്. മറ്റേ അത് അത്ര കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല. ഇളമരം കരീമിനെ വഴിയിൽ വെച്ച് ഇങ്ങനെ അനുഭവം ഉണ്ടായാൽ എന്ത് ചെയ്യും ഞാൻ അതുകൊണ്ട് പോലീസ് എടുത്ത കേസല്ലോ, കരീം കൊടുത്ത കേസല്ല. കരീം കൊടുത്ത അല്ല, ഇതിൻ്റെ അകത്ത് PV അൻവറാണ് പരാതിക്കാരൻ ഈ പോക്സോ കേസിന്റെ അകത്ത്. അപ്പൊ കാരണം അന്ന് അൻവറിന്റെ മറ്റേ മയക്കുമരുന്ന് വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസാണല്ലോ. മറ്റേ അൻവർ ഈ നൗഫൽ ബിൻ യൂസഫ് എന്ന് പറഞ്ഞ ഏഷ്യനെറ്റ് ലേഖനുണ്ടല്ലോ, ആ ലേഖന് തന്നെ വ്യക്തിപരമായിട്ട് എതിരായിരുന്നു. അപ്പൊ നൗഫൽ ബിൻ യൂസഫ് മൈനറായ ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു കേസ് ഉണ്ടാക്കി ഒരു സംഭവത്തിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. സ്കൂൾ കുട്ടികൾക്കും ഈ മയക്കുമരുന്ന് ഗ്യാങ്ങുകളിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടുന്നുണ്ടെന്നാണ് കുട്ടി പറയുന്നത്. ആ കുട്ടി മൈനറാണ്. അതാണ് PV അൻവർ ആരോപിക്കുന്നത്. അത് തന്നെ എത്രയോ കുട്ടികൾ അഭിനയിക്കുന്നു. അതെങ്ങനെയാണ് പോക്സോ കേസ് ആകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൽ എങ്ങനെയാണ് പീഡനം? അല്ല, ഇന്നാളൊരു ലേഖകൻ കുതിരപ്പുറത്ത്, വേറൊരു ചാനലിലെ ലേഖകൻ, തലയിൽ മുടിയില്ലാത്ത ഒരാൾ കുതിരപ്പുറത്ത് കയറി പോകുന്നുണ്ട്. അപ്പോൾ മൃഗപീഡനമാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ? ശരിയാണ്, എടുക്കാവുന്ന. കാരണം ഇന്നിപ്പോൾ സമീപകാലത്ത്, ഇപ്പോൾ വർത്തമാനകാലത്ത് വാർത്താ അവതരണത്തിൻ്റെ കാര്യത്തിൽ ചാനലുകൾ മത്സരം വന്നുകൂടി നൂതനമായ മാർഗ്ഗങ്ങൾ ഒരു സിനിമാറ്റിക് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഡ്രമാറ്റിക് ആകാൻ വേണ്ടി, സിനിമാറ്റിക് ആകാൻ വേണ്ടിയിട്ട് ചന്ദ്രനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ കാണിക്കും, ശൂന്യാകാശത്തേക്ക് ഇതുപോലെ കാണിക്കും, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നൊക്കെ പലതും കാണിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു കുട്ടി ഒരു ഫാക്റ്റ് അവതരിപ്പിക്കാൻ ഒരു കുട്ടിയെ മോഡലാക്കി വെച്ചാൽ അത് ഒരു പീഡനത്തിൻ്റെ പരിധിയിലേക്ക് വരുമോ? ഇത് ഒരു കാരണവശാലും വരില്ല എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് പരാതി ഉണ്ടാവണം. എൻ്റെ അനുവാദമില്ലാതെ ഞാൻ മയക്കുമരുന്ന് സംഘവുമായി ബന്ധപ്പെട്ടു, എനിക്ക് മയക്കുമരുന്ന് തരാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്ക് അവമാനം ഉണ്ടാക്കിയിരിക്കുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ മയക്കുമരുന്ന് കഴിക്കുന്ന ആളാണെന്ന് സംശയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ കുട്ടിയോ കുട്ടിയുടെ പേരൻസോ പരാതിയായിട്ട് വന്നാൽ ഒരു കേസുണ്ടാവും. ഇതിൻ്റെ പേരിൽ DYFI എല്ലാ ജില്ലാ സ്ഥാനത്തും അന്ന് പ്രകടനങ്ങൾ നടത്തിയിരുന്നു. SFI ഏഷ്യനെറ്റ് ഓഫീസ് ആക്രമിച്ചിരുന്നു. അപ്പോൾ ഈ ഏഷ്യനെറ്റിൽ തന്നെ ഒരു ജീവനക്കാരൻ്റെ മകളാണ് ഈ മോഡലായിട്ട് ഇതിൽ നിന്നത്. സത്യത്തിൽ മോഡൽ എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട്, അത് പൂർത്തിയാക്കാം. ഇടയ്ക്കൊരു കാര്യമുണ്ട്, സാറ് പറയുമ്പോൾ ഇതിവിടെ നോർത്താ കൊള്ളാം. ഈ കുട്ടികളോടുള്ള അനീതിക്കെതിരെയാണ് പോലീസ് പ്രതികരിച്ചതെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു ഒപ്പന അവതരിപ്പിച്ച കുട്ടിയോട് അശ്ലീല സംഭാഷണം നടത്തിയ 2 മാധ്യമപ്രവർത്തകരുണ്ട്. അത് പോക്സോ കേസിന്റെ വകുപ്പിൽ വരുന്നതാണ്. ഇതുവരെ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതെന്താ? ആ സഖാവായതുകൊണ്ടാണോ ആ റിപ്പോർട്ടർ? അതെ, ആ റിപ്പോർട്ടർക്ക് വലിയ പുരസ്കാരങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, സാറ് പറഞ്ഞു തുടർന്നാണ്. അതെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഏഷ്യനെറ്റിൽ തന്നെ ഒരാളുടെ കുട്ടിയാണ്, കാരണം വേറെ ആളുകൾ ചിലപ്പോൾ സമ്മതിച്ചില്ല എന്ന് വരും. അപ്പോൾ ഏഷ്യനെറ്റില്ല, കാരണം ഈ ഓണത്തിന്റെ സമയത്ത് കുറെ കുട്ടികൾ പൂക്കളം എടുക്കുന്നതൊക്കെ വാർഷിക പതിപ്പിന്റെ ഒക്കെ കവറൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കുട്ടികളൊക്കെ ആയിരിക്കും, പരിചയക്കാരോ സ്വന്തക്കാരോ സ്ഥാപനത്തിലുള്ളവരുടെ കുട്ടികളൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകളും ഈ മാർക്സിസ്റ്റുകളും വേറൊരു ആരോപണം കൊണ്ടുവന്നു, ഈ അച്ഛനും നേരത്തെ പോക്സോ കേസിൽ പെട്ടിട്ടുള്ളതാണെന്ന്. ഒരു കാരണവശാലും അതിനൊരു സാധ്യതയില്ല. അങ്ങനെ ഒരു ആരോപണമൊന്നും കേസിന്റെ ഭാഗമായിട്ടും വന്നിട്ടില്ല. വെറുതെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്സോ കേസ് ഉണ്ടാക്കി ഇതിൽ ഒരു കുട്ടിയുടെ മൈനറായ കുട്ടിയെ ഉപയോഗിച്ചു എന്നുള്ള പരാതി.
അത് കുട്ടിയുടെ മുഖമൊന്നും കാണിച്ചില്ല, ഒന്നും പുറകിൽ കാണിച്ചില്ല. അത് വളരെ ഇതായിട്ടുള്ള ബ്ലറാക്കി ബ്ലർഡ് ആക്കിയിട്ടുള്ള ഇതായിരുന്നു സംഭവം. പക്ഷെ ഏഷ്യനെറ്റിനെ വേട്ടയാടണം. അന്ന് അൻവറിനെതിരെ ഏഷ്യനെറ്റ് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങയുടെ ഈ അമ്യൂസ്മെന്റ് പാർക്ക്, പിന്നെ വേറെ ഏതോ ഒരു തമിഴ്നാട്ടുകാരനെ ആരോ പറ്റിച്ചത്, ഭൂമി ഇടപാടിൽ, ഇങ്ങനെ സീരീസ് വരുന്നുണ്ടായിരുന്നു. അല്ല, ഇതിനിടയ്ക്ക് ഒരു പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഏഷ്യാനെറ്റിനെ കുറിച്ചുള്ള നമ്മുടെ നിലപാടൊന്നും മാറിയിട്ടില്ല. ഏഷ്യാനെറ്റ് എടുക്കുന്ന ഹിന്ദു വിരുദ്ധ നിലപാടുകൾ നിരന്തരം എടുത്തുകൊണ്ട് ഇവിടുത്തെ ജിഹാദി എക്കോസിസ്റ്റത്തെ സഹായിക്കുന്ന ചാനലാണ് എന്നുള്ള അഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനത്തെ അകാരണമായി വേട്ടയാടുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അതെ, അത് ഏഷ്യാനെറ്റ് ആണെങ്കിലും. അത് ഇപ്പൊ ഏഷ്യാനെറ്റ്, നാളെ ABC-യും ഒക്കെ ആകാം. കാരണം ഈ ഭരണകൂട ഭീകരത ആർക്ക് നേരെയും വരാം. അതെ, അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റ് ആയതുകൊണ്ട് ABC-യുടെ നിലപാട് മാറി എന്ന് മാറുന്നതല്ല. അല്ല, കാരണം ഇത് ആർക്കെതിരെ ഇനിയും ഏഷ്യാനെറ്റ് ഈ പറഞ്ഞ പോലെ ഹിന്ദു വിരുദ്ധ നിലപാടെടുത്താൽ രാജീവ് ചന്ദ്രശേഖരനെയും വിമർശിച്ചുകൊണ്ട് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. ഇത് ഏഷ്യനെറ്റിന് വേണ്ടിയിട്ടല്ല, ഇത് ഭരണകൂട ഭീകരതയ്ക്കെതിരായ ഒരു സംഭവം എന്നുള്ള നിലയ്ക്കാണ് ഹൈക്കോടതി എടുത്ത് കളയുന്നത്. ഹൈക്കോടതി മാധ്യമങ്ങളുടെ കൂടെ ഇക്കാര്യത്തിൽ ഏഷ്യാനെറ്റിനോട്, ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റിനോട് നമുക്ക് സോളിഡാരിറ്റി ഉണ്ട്. അതാണ്. അപ്പോൾ മറ്റേ വ്യാജരേഖ അത് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. പോക്സോ നിൽക്കില്ല, ജുവനൈൽ ജസ്റ്റിസ് അങ്ങനത്തെ സംഗതികൾ ഇതിൻ്റെ അകത്ത് ചുമത്താൻ പറ്റില്ല. പിന്നെ ക്രിമിനൽ ഗൂഢാലോചന അതും ഇതിൻ്റെ അകത്ത് നിൽക്കില്ല എന്ന് വ്യാജ ഇലക്ട്രോണിക് രേഖ, ഈ ചുമത്തിയ വകുപ്പുകളും കുറ്റങ്ങളും ഉണ്ടല്ലോ, ഇതൊന്നും ഇതിൻ്റെ അകത്ത് നിലനിൽക്കില്ല എന്നുള്ളത് കോടതി പറഞ്ഞു. അപ്പോൾ വെറും തട്ടിപ്പ് കേസായിരുന്നു ഇത്. ഒന്നും നടത്തിക്കാൻ വേണ്ടിയിട്ട്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല വക്കീൽമാരെയൊക്കെ വെച്ചിട്ടുണ്ട് അവര്. രാമൻപിള്ളയൊക്കെ ആയിരുന്നു. ചിലവൊക്കെ വന്നിട്ടുണ്ടാകാം. എന്നാലും 6 ജീവനക്കാർക്കെതിരെയായിരുന്നു കേസ്. സിന്ധു സൂര്യകുമാർ, ഷാജഹാൻ, നൗഫൽ ബിൻ യൂസഫ്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആദ്യം 3 പേർക്കെതിരെയായിരുന്നു. പിന്നെ നോക്കൂ, വീഡിയോ എഡിറ്റർ വിനീത് ജോസ് പ്രതിസ്ഥാനത്ത് വരുന്നത്, ക്യാമറാമാൻ വിപിൻ മുരളി, ഇങ്ങനെ എല്ലാവർക്കും എതിരെ ഇങ്ങനെ എടുത്തിരുന്നു. ആ സമയത്ത് ഭീകരെന്ന് തോന്നിയൊരു സംഭവമായിരുന്നു ആ കോഴിക്കോട് ഏഷ്യാനെറ്റ് ഓഫീസിൽ നടന്ന റെയ്ഡ് എന്ന് പറയുന്ന ഒരു ഭീകര നാടകം. പോലീസുകാർക്ക് വലിയ താല്പര്യം ആ റെയ്ഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമായിരുന്നു. മുകളിൽ നിന്നുള്ള ഉത്തരവ് കൊണ്ട് അവർ നടപ്പാക്കുന്ന ഒരു ജാള്യത അവരുടെയൊക്കെ മുഖത്തുനിന്ന് കണ്ടിരുന്നു. അപ്പോൾ കുറ്റപത്രം റദ്ദാക്കി. ഇതിൻ്റെ അകത്ത് വിചാരണ നടത്താനായിട്ടുള്ള തെളിവുകളൊന്നും ഇതിൻ്റെ അകത്തില്ല എന്നും കോടതി പറഞ്ഞു. ഇത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നടത്തിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു. അതെ, മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ളൊരു ക്യാമ്പയിനായിരുന്നു. അതെ, അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യൂസഫ് വ്യാജമായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ഈ പ്രതി ഈ ഇപ്പം മൈനറായ പെൺകുട്ടിയെ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് അൻവർ പരാതി കൊടുത്തിരുന്നത്. അൻവറിനെ അന്ന് ഉപയോഗിച്ചതാണ് ഏഷ്യാനെറ്റിനെതിരെ. കാരണം അൻവറിന് ഏഷ്യാനെറ്റിനോടൊരു വിരോധമുണ്ട്. നമ്മളുടെ വിരോധവും ആ വിരോധവും കൂടി ഒന്നിച്ചു വരും എന്ന് ഭരണകൂടം കണ്ടു. അങ്ങനെ നടപ്പാക്കിയ ഭരണകൂട ഭീകരതയായിരുന്നു അത്. 2022 നവംബറിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് പറയിച്ചതാണ്. അതിപ്പോൾ സിനിമകളിലും ഒക്കെ അങ്ങനെയാണ്, വീഡിയോകളിലും ഒക്കെ അങ്ങനെയൊക്കെ പറയാനറിയാത്തവർക്ക് അങ്ങനെ പറയാനൊക്കെ സ്ക്രിപ്റ്റൊക്കെ കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വേറെ വൃത്തികേടൊന്നുമില്ലല്ലോ അതിൻ്റെ അകത്ത്, അശ്ലീലവും കാര്യങ്ങളൊന്നുമില്ലല്ലോ. സ്കൂളുകളിൽ മയക്കുമരുന്നുണ്ട് എന്ന് ആ കുട്ടി പറയുന്നുള്ളൂ. അത് പക്ഷേ ആ കുട്ടിയുടെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നത്തക്ക വിധത്തിലാണ് ചെയ്തിരുന്നത് ഈ ചാനൽ. ഇതിൻ്റെ അകത്ത് ചെയ്യാമായിരുന്നൊരു കാര്യം അന്ന് ഏഷ്യനെറ്റിന് ഈ നമ്മൾ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഒക്കെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പോലെ റെപ്രസെൻറ്റേഷണൽ ഇമേജ് മൂലക്കൊന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഇനിയെങ്കിലും അവർ ശ്രദ്ധിച്ചാൽ കൊള്ളാം. റെപ്രസെൻറ്റേഷണൽ ഇമേജ് പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി രക്ഷപ്പെടുമായിരുന്നു. അല്ല, ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ, കോടതിക്ക് ബോധ്യപ്പെട്ടു. 2002 ഓഗസ്റ്റിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനമായിരുന്നു ഏഷ്യാനെറ്റ് കാണിച്ചതെന്നൊരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. ചെമ്പ് ചെയ്താണ്, സ്ക്രിപ്റ്റ് സെയിം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോകളും പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതും വേറൊരു വീഡിയോ എടുക്കാമായിരുന്നു. സെയിം സ്ക്രിപ്റ്റ് ഒന്നും വേണ്ടിയിരുന്നില്ല. അത്രയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാം. ഈ 2 കാര്യം കൂടി
ഏതായാലും മാധ്യമ പ്രവർത്തനം, ശരിയായ മാധ്യമ പ്രവർത്തനം നിർഭയം നടത്താനുള്ള അവകാശം നിരന്തരം ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്നു. ഏഷ്യാനെറ്റിൻ്റെ ഇക്കാര്യത്തിൽ നമ്മുടെ ഐക്യദാർഢ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.